ഈശ്വമിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വർക്ക് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ടീച്ചർ വായിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം പരിശോധിച്ച് പഴയ നിയമത്തിലെ ചരിത്രപരം, പ്രബോധനപരം, പ്രവചനപരം എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പുസ്തകങ്ങളുടെ പേരുകൾ യഥാസ്ഥാനത്ത് രേഖപ്പെടുത്താം. അപ്പോൾ പഴയ നിയമ പുസ്തകങ്ങളെ ചരിത്രപരം, പ്രബോധനപരം, പ്രവചനപരം അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടാനായിട്ട് നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും സമ്പൂർണ്ണ ബൈബിൾ ഉണ്ടായിരിക്കും അല്ലേ, വലിയ ബൈബിൾ. ആ ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ പേജുകളിൽ ഒരു ബൈബിളിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ആമുഖം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് അതിൻ്റെ ഉത്തരം കിടക്കുന്നുണ്ട്. ടീച്ചർ എന്തായാലും ഉത്തരം പറഞ്ഞു തരാം. ചരിത്രപരം പഞ്ചഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം എന്നിവയും ജോഷ്വ, ന്യായാധിപന്മാർ, റൂത്ത്, 1-2 സാമുവൽ, 1-2 രാജാക്കന്മാർ, 1-2 ദിനവൃത്താന്തങ്ങൾ, എസ്ര, നെഹമിയ, തോബിത്ത്, യൂദിത്ത്, എസ്തേർ, 1-2 മക്കബായർ എന്നിവയാണ് ചരിത്രപരമായ ഗ്രന്ഥങ്ങളായി കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അടുത്തത് പ്രബോധനപരം. ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ എന്നീ ഗ്രന്ഥങ്ങളെയാണ് പ്രബോധനപരം എന്ന് കണക്കാക്കുന്നത്. ഓക്കെ, പ്രവചനപരം. ഏശയ്യ, ജെറമിയ, എസക്കിയേൽ, ദാനിയേൽ എന്നീ വലിയ പ്രവാചകന്മാരും 12 ചെറിയ പ്രവാചകന്മാരും വിലാപങ്ങൾ, ബാറൂക്ക് എന്നിവയുമാണ് പ്രവചനപരമായ ഗ്രന്ഥങ്ങൾ. ഓക്കെ, ഒന്നുകൂടി പറയാൻ ടീച്ചർ. ഏശയ്യ, ജെറമിയ, എസക്കിയേൽ, ദാനിയേൽ എന്നിങ്ങനെ വലിയ പ്രവാചകന്മാർ, 12 ചെറിയ പ്രവാചകന്മാർ, വിലാപങ്ങൾ, ബാറൂക്ക് ഇതാണ് പ്രവചനപരമായ ഗ്രന്ഥങ്ങൾ. അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നോക്കി എഴുതണമെന്നുണ്ടെങ്കിൽ സമ്പൂർണ്ണ ബൈബിൾ എടുത്ത് അതിൻ്റെ ആമുഖം, ആദ്യത്തെ പേജുകളിൽ ആമുഖമുണ്ട്, അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കി ഉത്തരം എഴുതാം. അല്ലെങ്കിൽ ഈ വീഡിയോ വീണ്ടും ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം എഴുതാം കേട്ടോ. ചരിത്രപരം, പ്രബോധനപരം, പ്രവചനപരം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.